പവർ ജനറേഷൻ പ്ലാന്റ് ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും തന്നെ കുറെ ആളുകൾക്ക് അറിയില്ല. നമസ്കാരം, ഡാനിയലാണ് ഫ്ലൈവേൾ മൈഗ്രേഷൻ ലീഗൽ സർവീസസിൽ നിന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാത്തിരിക്കാൻ കുറച്ചെങ്കിലും ക്ഷമയുള്ള ആളുകൾക്കാണ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ സ്യൂട്ട് ആവുക എന്ന്. കാത്തിരുന്നാലുള്ള ഗുണം എന്താണെന്നല്ലേ? എൻ്റെ ഒരു ക്ലയൻറ്റ് മിസ്റ്റർ ചാൾസ് പവർ ജനറേഷൻ പ്ലാന്റ് ഓപ്പറേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷൻ വരുന്നത് ഡയറക്റ്റ് ട്രേഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒക്യുപ്പേഷനാണ്. ഇങ്ങനെ ഒരു ഒക്യുപ്പേഷൻ പലരും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഐ മീൻ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ പെർസ്പെക്റ്റീവിൽ കേട്ട് തന്നെ കാണില്ല. അദ്ദേഹത്തിന് ഇന്ന് വിസ ഗ്രാൻഡ് ആയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കാത്തിരുന്നതിൻ്റെ ഗുണം എന്താണെന്നും എങ്ങനെയാണ് അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി കരസ്ഥമാക്കാൻ പറ്റിയതെന്നും. ലെറ്റ്സ് കോൾ ചാൾസ്. ഹലോ, ഹായ് ചാൾസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അറിയോ, ഡാനിയലാണ് ഫ്ലൈ വേൾഡിൽ നിന്ന്. നമസ്കാരം. ഓക്കെ, ഞാൻ വിളിച്ചതേ നമുക്ക് NSW വിസ ഗ്രാൻഡ് ആയിട്ടുണ്ട്. അറിഞ്ഞിരുന്നോ? ഇല്ല, അറിഞ്ഞില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. കാത്തിരുന്നാണോ? അതെ അതെ. അത് കാത്തിരുന്ന് ഒരുപാട് വായിപ്പോയോ? കുറച്ചായി എന്ന് പറയാ. നമ്മള് ഇപ്പൊ കുറെ നാളായിട്ട് പിന്നെ അതിനെ കുറിച്ച് നോക്കിയില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ എവിടെയാണ്? ഓഫീസിലാണോ ഉള്ളത്? ഡ്യൂട്ടിയിലാണ് ഇപ്പൊ. ഓക്കെ, പക്ഷെ സത്യത്തില് TRIക്കൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിസ വരാനായിട്ട് ഏകദേശം 24 to 28 മാസം എടുക്കും കേട്ടോ. 9 മാസത്തിൽ നമുക്ക് വിസ ഗ്രാൻഡ് ആയിട്ടുണ്ട്. എപ്പോഴാ നമ്മുടെ അടുത്ത് വന്നേന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, ഒരു 2 വർഷമായിട്ടുണ്ടാവും. 2 വർഷമായി വന്നിട്ട് 2 വർഷത്തിനുള്ളിൽ ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസിയുടെ വിസ ഗ്രാൻഡ് ആയിട്ട് കിട്ടിയേക്കാണ്. 491 ആണ്. NSW ഇൻവിറ്റേഷൻ കിട്ടിയേക്കുന്നത്. NSW ഏത് റീജിയനിൽ വേണമെങ്കിലും പോയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ, വർക്ക് ചെയ്യാൻ, താമസിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നേഴ്സസിനും എഞ്ചിനീയേഴ്സ്, ഓസ്ട്രേലിയയുടെ എഞ്ചിനീയേഴ്സിനും ഒക്കെ ഇൻവിറ്റേഷൻസ് വന്നിട്ടുണ്ട്. അവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളുടെ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളുടെ വീഡിയോസ്, ഓൺലൈൻ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ സർവീസസ്, അതുപോലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഫ്ലൈ വേൾഡിൽ നിങ്ങൾ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളൊരു അനുഭവം ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ജനറേഷൻ പ്ലാന്റ് ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും തന്നെ കുറെ ആളുകൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും മറ്റുള്ള ആളുകൾക്ക്, ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ നോക്കുന്ന ആളുകൾക്ക്. അതെ, അല്ല, എനിക്ക് നല്ലൊരു റെസ്പോൺസ് ആണ് എപ്പോഴും കിട്ടിയേക്കുന്നത്. എപ്പോ വിളിച്ചാലും അതിന് പറയാ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അതിനെ പറ്റിയൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസും എല്ലാ സമയത്തും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യേണ്ടത്, എപ്പോഴയച്ചാലും നമ്മള് ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്താലും അപ്പൊ തന്നെ റിപ്ലൈ കിട്ടും. ആരായിരുന്നു ലോയർ? ആരായിരുന്നു? ശ്രീജിത്തായിരുന്നു. ശ്രീജിത്തായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നോ? അതെ അതെ അതെ. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും അതുപോലെ വോട്ടിംഗിൽ എന്തെങ്കിലും വിളിച്ചാലും അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ തന്നെ എല്ലാത്തിനും എനിക്ക് ക്വയറീസിനൊക്കെ കറക്റ്റ് ആയിട്ട് എപ്പോഴും തന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് വന്നപ്പോ എന്നോട് സംസാരിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടാവില്ലായിരിക്കും. 2-3 പേരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ ഇത് ആക്ച്വലി ഈ പവർ ജനറേഷൻ പ്ലാന്റ് ഓപ്പറേറ്റർ ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശരിക്കും ഓസ്ട്രേലിയൻ PR കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ? അതോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ അതെ, അതൊരു ഇതായിട്ട് ചെയ്ത് നോക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കിട്ടുന്ന ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ PR കിട്ടിയപ്പോ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനായിട്ടുള്ളത്? വളരെ നന്ദിയുണ്ട്. പറയാ, നമുക്ക് നമ്മളതൊരു ഓപ്ഷൻ അങ്ങനെ നോക്കി വെച്ചാണ് കുറെ നാളായിട്ട്. അപ്പൊ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് അറിയില്ലായിരുന്നു. എന്തായാലും കിട്ടിയതിൽ സന്തോഷമുണ്ട് വളരെ. ഈ ട്രേഡ് ഓക്യുപ്പേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? എല്ലാവരും എഞ്ചിനീയേഴ്സിനും അല്ലെങ്കിൽ നേഴ്സസിനും ഒക്കെയാണ് ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് ആരും പറയാറില്ല സാധാരണ. അതിപ്പോ നിങ്ങളോട് കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് തന്നെ മനസ്സിലായത്. ഈ ഒരു ഒക്യുപ്പേഷനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, സോ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വി വിഷ് യു എ ബെറ്റർ ലൈഫ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ പോയിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്കും കുടുംബത്തിനും നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഫ്രണ്ട്സിനോടൊക്കെ പറയുക, TRIയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ട്രേഡ് ഒക്യുപ്പേഷനുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ഓസ്ട്രേലിയക്ക് സത്യം പറഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്യാനും ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി വിസ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കാത്തിരിക്കുന്നതിനൊരു അർത്ഥം ഉണ്ടാകുന്നത് എന്താണെന്ന് നമുക്ക് ചാൾസിനെ വിളിച്ച് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങിയത് തന്നെ. സോ ഈ 2 വർഷത്തെ കാത്തിരിപ്പ് വെർത്തായിട്ട് തോന്നുന്നുണ്ടോ ചാൾസിന്? അതെ അതെ, വർത്താണ്. ഇതിപ്പോ പല കേസുകളിലും നമുക്ക് ഇത് നടക്കും ഇല്ല എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ എന്തായാലും
ഏതെങ്കിലും ഒരു പോയിന്റില് അയ്യോ ഫ്ലൈ വേൾഡിൽ എന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണ്ടായിരുന്നു, വേറെ എവിടെയെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാനിത് പലരെയും കണ്ടിട്ടുള്ളതാണ്, പല എക്സ്പീരിയൻസും കേട്ടിട്ടുള്ളതാണ് ഇതുപോലെ. അപ്പൊ വേറെ വേറെ ഒരു ഏജൻസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. എന്തായാലും അപ്പോ ഇപ്പൊ നിങ്ങളുടെ ഒരു ഇതിൽ നിന്ന് ആരെങ്കിലും ഒരു റെഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈ വേൾഡ് ആയിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ചോയ്സ്? അതെ അതെ തീർച്ചയായിട്ടും. കാരണം ഒരുപാട് ഓക്കെ. പേര് ചോദിക്കാറുണ്ട്. അപ്പൊ ഓക്കെ. ആരോട് വേണമെങ്കിലും അപ്പൊ ഇനി അനുഭവത്തിൽ നിന്ന് തന്നെ ആളുകളോട് പറയാനായിട്ട് സാധിക്കും അല്ലേ? അതെ അതെ അതെ. Okay. So thank you so much, Charles. Thank you so much for trusting us. And once again, we wish you all the best കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീജിത്ത് തന്നെ ലോയേഴ്സിന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുവേ. ഓക്കെ ഓക്കെ. അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് Okay, പ്രേക്ഷകരുടെ അടുത്ത് പറയാനായിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പല ഒക്യുപ്പേഷനിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി വിസ കിട്ടാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു സ്വല്പം ക്ഷമ ആവശ്യമാണ്. സോ ആ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ, വി ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു.